ഹായ് ഹലോ ഗൈസ്. അപ്പൊ നമ്മുടെ ഇന്നത്തെ എൻഹക്കോറെ പ്രോഗ്രാം കഴിഞ്ഞു. സോ നമുക്ക് നമ്മളെ പിള്ളേരോടൊന്ന് ഫീഡ്ബാക്ക് ചോദിച്ചാലോ? ലെറ്റ്സ് ഗോ. അപ്പൊ നമുക്ക് നമ്മുടെ ചേട്ടനോട് ചോദിക്കാം. ചേട്ടാ, എൻഹക്കോറിനെ കുറിച്ച് ഇപ്പൊ ഇന്നത്തെ ആരാധനയായിട്ട് ചേട്ടൻ ഒരു ഫീൽ എന്താണ്? ഐ മീൻ അടിപൊളിയായിരുന്നു. വിശേഷിച്ചിരിക്കട്ടെ. അപ്പൊ നമ്മുടെ എൻഹക്കോറിനെ കുറിച്ച് എന്താണ് ഒരു അഭിപ്രായം? സൂപ്പർ പരിപാടി. എല്ലാ യുവാക്കൾക്കും ഒരു ആത്മീയ ഉണർവ് ലഭിക്കാൻ ഒരു കാരണമായത്. പിന്നെ ഈശോയുടെ ഒരു ഗോഡ് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് അതൊരു അനുഭവമായിട്ട് എല്ലാ യുവാക്കളും കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാനതിൽ മുഴുവൻ പങ്കെടുത്തു, എനിക്ക് കിട്ടി. തീർച്ചയായിട്ടും എല്ലാ യുവാക്കളും കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കണ്ണാറയിലെ കുറച്ച് ചേട്ടന്മാർ ഇവിടെ നമുക്ക് അവരോട് ചോദിക്കാം. ചേട്ടാ, എൻഹക്കോറിനെ കുറിച്ച് ഇന്നത്തെ ആ ഒരു ആരാധന കണ്ട് ചേട്ടന്റെ ഉള്ളിലുള്ള ഒരു ഫീൽ എന്താണ്? നല്ല പരിപാടിയായിരുന്നു, ഒരനുഭവമായിരുന്നു, രസമുള്ള പരിപാടിയായിരുന്നു, അടിപൊളിയായിരുന്നു. പ്രതീക്ഷയില്ല, നമ്മൾ മ്യൂസിക് അഡോറേഷൻ എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ഇത്ര പ്രതീക്ഷയില്ല. ലൈറ്റ് എല്ലാം കൂടി വന്നപ്പോൾ കുറച്ചും കൂടി നല്ല ഒരു അനുഭവം ഉണ്ടായിരുന്നു. പക്ഷേ ധ്യാനം എന്താണ് വിശുദ്ധ കുർബാനേന്റെ ഒരു ഇതൊക്കെ അറിയാൻ പറ്റി. നന്നായിട്ട് ആരാധന ഉൾക്കൊള്ളാൻ പറ്റി. നല്ലൊരു പരിപാടിയായിരുന്നു. ഒരു പ്രത്യേകതരം അനുഭൂതിയായിരുന്നു. വളരെ കുറെ നാൾക്ക് ശേഷം ഒരു നല്ലൊരു രീതിയിൽ നമ്മൾ ആരാധനയിൽ പങ്കെടുത്തു. നമ്മുടെ സാധാരണ ബിസി ലൈഫിൽ നമ്മൾ ഇരിക്കുന്നിടത്ത് നമ്മൾ പെട്ടെന്ന് ഇങ്ങോട്ടൊരു ശരിക്കും ഒരു പ്രത്യേക വേറൊരു ഫീലാണ്. ആ ഒരു അനുഭവം നമ്മൾ എക്സ്പെക്ട് ചെയ്തതിനെക്കാട്ടും അത്രത്തോളം ഹൈറ്റിൽ നിൽക്കണ ഒരു നമുക്ക് ശരിക്കും നമ്മുടെ ലൈഫിൽ നമ്മളെ വലിയൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. ആദ്യമായിട്ടാണ് ഇതുപോലൊരു മ്യൂസിക് അഡോറേഷൻ ഞാൻ വരുന്നത്. ശരിക്കും ഇത് ഇനിയും നടത്തണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. കാരണം അത്രയും നന്നായിട്ട് ഈശോയെ അനുഭവിക്കുന്നതിലൂടെ സാധിച്ചു. ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. അടിപൊളിയായിരുന്നു. ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ്. ചേച്ചി, അടിപൊളിയായിരുന്നു, നല്ലൊരു അനുഭവമായിരുന്നു. നല്ലതായിരുന്നു. ബോറായിരിക്കുന്നു വിചാരിച്ച, പക്ഷെ അങ്ങനെയല്ല, നല്ല എൻജോയ്മെന്റ് ഉണ്ട്. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഭയങ്കര നല്ല അഭിപ്രായമായിരുന്നു. കാരണം ഞങ്ങൾ എല്ലാവരും കൂടിയിട്ടാണ് 42ഓളം പേരാണ് ചുവന്തമണ്ണ ഇടവകയിൽ വന്നിട്ടുള്ളത്. പക്ഷെ ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. ഇത് തുടക്കം മുതൽ അവസാനം വരെ ആരാധന ആയാലും എന്ത് സ്പെഷ്യൽ ആയാലും സോങ് ആയാലും എല്ലാം നല്ല വ്യത്യസ്തമായിരുന്നു. ഞങ്ങൾക്ക് പറ്റാവുന്ന രീതിയിൽ ഞങ്ങൾ എല്ലാവരും തമ്മിൽ ശ്രമിച്ചിട്ടുണ്ട്. ഇതുപോലെ എല്ലാം കൊല്ലം അല്ലെങ്കിൽ 6 മാസം കൂടുമ്പോൾ നടത്തി കഴിഞ്ഞാൽ വളരെ നല്ലതായിരിക്കും. വളരെ നല്ല എക്സ്പീരിയൻസ് ആയിട്ട് എനിക്ക് തോന്നുന്നു. ലത്തീൻ ചർച്ച് വെലങ്ങന്നൂര് നമ്മുടെ ഇവിടെ ചേരാണ് ഗൈസ്. അപ്പൊ നിങ്ങൾക്ക് എന്താ ഒരു ഫീല് തോന്നിയത്? വളരെ നല്ലതായിരുന്നു. ദൈവത്തിന്റെ അഭിഷേകം നല്ലോണം അറിയാൻ പറ്റി. നല്ല ആരാധനയൊക്കെ ആയിരുന്നു. അടിപൊളിയായിരുന്നു. എൻജോയ് ചെയ്തു. അങ്ങോട്ട് നല്ല വൈബ് ഉണ്ടായിരുന്നു. ഓ, നല്ല വൈബ് ഉണ്ടായിരുന്നു. പിന്നെ അടിച്ചു പൊളിച്ചു നമ്മുടെ ആ യൂത്തിന്റെ ഒരു ഇതുണ്ടായിരുന്നു. ഓക്കെ, താങ്ക് യു ഗൈസ്, താങ്ക് യു.